ഹലോ, നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും സ്റ്റൊമക് അസിഡിറ്റി ഇല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം ഒക്കെ അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരണേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടലിൽ ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. പ്രോപ്പർ ആയിട്ട് ബാക്ടീരിയാസിന് നമ്മൾ പോഷകാഹാരങ്ങൾ സപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്റ്റൊമക്കിലൊക്കെ ഡാമേജസ് വരാൻ മെയിൻ കാരണം. കുടലിൽ കാണുന്ന ബാക്ടീരിയാസിന് നമ്മൾ പ്രോബയോട്ടിക് ബാക്ടീരിയാസ് എന്നാ പറയാ. ഇവർക്ക് കൊടുക്കുന്ന ഫുഡിനെ നമ്മൾ പ്രീബയോട്ടിക് ഫുഡ്സ് എന്ന് പറയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് തേനിനെ കുറിച്ചാണ്. അതെ, തേന് നല്ല അടിപൊളി പ്രോബയോട്ടിക് ഫുഡാണ് കേട്ടോ. ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ടീരിയാസിന് ഈ തേൻ വഴി പ്രോബയോട്ടിക് ഫുഡ് അവൈലബിൾ ആവുമ്പോൾ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസവും ഡൈജഷനും ഈസി ആവും, അസിഡിറ്റി കുറയും, അതുപോലെ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് മാത്രമല്ല, തൈര്, നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, അച്ചാർ, അതായത് മാംഗോ പിക്കിൾ, വിനാഗിരി ഒന്നും മിക്സ് ചെയ്യാതെ കടുകൊക്കെ ചതച്ച് നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന അച്ചാർ നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ്. അതേമാതിരി നമ്മുടെ കേരളീയരുടെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പഴങ്കഞ്ഞി. അപ്പം തലേ ദിവസത്തെ കഞ്ഞിയില് തൈരൊക്കെ മിക്സ് ചെയ്ത്, അതായത് അധികം പുളിക്കാത്ത തൈര് കേട്ടോ, മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് പ്രോബയോട്ടിക് ഫുഡാണ്. അതുപോലെ തേന് ഇപ്പം ഭയങ്കര റീസെന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി തേൻ, ഇഞ്ചി തേൻ എന്നൊക്കെ പറയുന്ന ഹെൽത്തി സിറപ്സ്. ഇത് നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡൈജഷൻസും എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.